ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അജീഷാണ് കേട്ടോ. വീണ്ടും കലോത്സവ നഗരിയിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മൾ രാവിലെ കലോത്സവ നഗരിയിലെത്തി കുറച്ച് വീഡിയോസൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു, കുറച്ച് ലൈവുകളൊക്കെ എത്തിച്ചു. ഇപ്പോൾ നിലവിൽ കലോത്സവ നഗരിയിലേക്ക് നിങ്ങൾക്ക് കടന്നു വന്നാൽ ധാരാളം സ്റ്റാളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ സ്റ്റാളുകൾ വിവിധ ഗവൺമെൻറ് വകുപ്പുകളുടെ സ്റ്റാളുകളുണ്ട്, പോലീസ് സൈഡ് പോസ്റ്റുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഈ ഗ്രൗണ്ടിന് ചുറ്റും ഒരുപാട് ഫുഡ് കോർട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റി സാധിക്കും കേട്ടോ. അപ്പം ഈ ഗ്രൗണ്ട് മുഴുവൻ ആളുകളാണ്, ധാരാളം ആളുകളാണ്. ഈവനിങ് ടൈമിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഏകദേശം ഒരു 5-5:30 കൂടിയുള്ള ടൈമിലാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. കലോത്സവ നഗരിയിലേക്ക് മത്സരാർത്ഥികളായിട്ട് കടന്നു വന്ന ആളുകളും മറ്റ് സ്കൂളുകളിൽ നിന്നും ഈ സ്കൂളിൽ നിന്നും അതുപോലെ രക്ഷിതാക്കളും നാട്ടുകാരുമായിട്ടുള്ള ധാരാളം ആളുകൾ കലോത്സവ നഗരിയിൽ അങ്ങനെ നിമിഷം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ 2ാം ദിവസമായിരിക്കുന്ന ഇന്നത്തെ ഈവനിങ് കാഴ്ചകളിലേക്കാണ് നമ്മൾ കടക്കുന്നത് കേട്ടോ. ധാരാളം സൗഹൃദങ്ങൾ പുതുക്കുന്ന ആളുകളെ നമുക്ക് ഈ കലോത്സവ വേദിയിൽ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ ഗ്രൗണ്ട് നിറയെ ശരിക്കും പറഞ്ഞ ആളുകൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പല കോണുകളിൽ നിന്ന് വർത്തമാനങ്ങളും പറഞ്ഞ് വിശേഷങ്ങൾ പങ്കുവെച്ച് സൗഹൃദങ്ങൾ പുതുക്കി അങ്ങനെ കലയുടെ ഒരു മാമാങ്കം മാത്രമല്ല, സൗഹൃദത്തിൻ്റെ ഒരു മാമാങ്കവും കൂടി ഈ കലോത്സവം വേദിയായിട്ട് തീർന്നു എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഏതൊരു പ്രോഗ്രാമും മികവുറ്റതാക്കാൻ വേണ്ടി അതിൻ്റെ പിന്നാമ്പുറത്ത് ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഇവിടെ 12 വേദികളായിട്ട് ഒരേ സമയം വിവിധ കലാ പ്രോഗ്രാമുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കഞ്ഞിക്കുഴി ടൗണിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള സ്റ്റേജുകളിലാണ് ഈ പ്രോഗ്രാമുകളെല്ലാം നടക്കുന്നത്. ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ മെയിൻ സ്റ്റേജായിരിക്കുന്ന ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അങ്കണത്തിൽ ധാരാളം സൗഹൃദങ്ങൾ പുതുക്കിക്കൊണ്ട് സംസാരിച്ച് വിശേഷങ്ങൾ പങ്കുവെക്കുന്ന, ഐസ്ക്രീം കഴിക്കുന്ന, തോടെ കൈകിട്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നടന്നു പോകുന്ന ധാരാളം ആളുകൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇതൊന്നും എൻജോയ് ചെയ്യാതെ നിൽക്കുന്ന ആളുകൾ ധാരാളം ഉണ്ട് കേട്ടോ. സംഘാടകരാണ്, ആരും അറിയാതെ തിരശ്ശീലയ്ക്ക് പിന്നിൽ അഹോരാത്രം പണിയെടുക്കുന്ന ഒരുപാട് സംഘാടകരുണ്ട്. അതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, സ്കൂളിലെ ടീച്ചേഴ്സ്, അതുപോലെ പ്രോഗ്രാം കമ്മിറ്റിയിലുള്ള ആളുകൾ, നമ്മുടെ SPC കേഡറ്റുകൾ, NCC കേഡറ്റുകൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ് കേഡറ്റുകൾ, അതുപോലെ എന്താ പറയണേ NSS ടീം വോളണ്ടിയർമാർ, അങ്ങനെ വിവിധ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞുകൊണ്ട് ഈ കലോത്സവം ഏറ്റവും മനോഹരമാക്കുവാൻ വേണ്ടി അവരെ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് NSS ടീമിൻ്റെ ഒരു സ്റ്റാൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. രാവിലെ ഞാനിത് പരിചയപ്പെടുത്തിയായിരുന്നു. തൊട്ടടുത്ത് തന്നെ VHSയിലെ കെയറോപ്പിലുള്ള സ്കൂൾ കുട്ടികളുടെ ഒരു സ്റ്റാളും കൂടെയുണ്ട്. നിങ്ങൾ വരികയാണെങ്കിൽ നക്ഷത്രങ്ങളും ബൾബുകളും ഒക്കെ മേടിച്ച് അവരൊന്ന് ഹെൽപ്പ് ചെയ്യുക കേട്ടോ. മാത്രമല്ല, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഗ്രൗണ്ടിൽ ചാക്കും പിടിച്ച് ഒരു കൂട്ടം കുട്ടികൾ അങ്ങനെ നടന്നു പോകുന്നത്. നമ്മുടെ NSSൻ്റെ ടീമുകളാണ് കേട്ടോ. അവർ വേസ്റ്റ് പെറുക്കുവാൻ വേണ്ടിയാണ് പോകുന്നത്. ഗ്രൗണ്ട് നിറയെ കിടക്കുന്ന വേസ്റ്റുകൾ അവർ കൈ കൊണ്ട് പെറുക്കി ചാക്കിൻ്റെ അകത്ത് നിറച്ച് അതൊക്കെ സേഫായിട്ട് റിമൂവ് ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇവിടെ 2 കുരുന്നുകൾ ഏറുപടക്കം പൊട്ടിക്കുക കേട്ടോ. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല എന്താ അല്ലേ, ഇതൊക്കെയല്ലേ കലോത്സവത്തിന് വന്നവർ ഒപ്പിയെടുക്കുന്നത്. ഡാൻസും പാട്ടും നാടകവും മോണാക്റ്റൊക്കെ അവിടെ അങ്ങനെ നടക്കട്ടെ അല്ലേ. ഇനി നമ്മൾ കടന്നു പോകുന്നത് രാത്രി വൈബിലേക്കാട്ടോ.
സമയം രാത്രി 8 മണി. ഇപ്പോഴും കലോത്സവം നഗരി ഉണർന്നു തന്നെയാണ്. കലാപരിപാടികൾ അവസാനിച്ചിട്ടില്ല. ഗ്രൗണ്ട് നിറയും, അതുപോലെ സ്റ്റേജിലെ കാണികളെല്ലാം അങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടും ഒരു ഉത്സവ പ്രതീതിയായിട്ട് നമ്മുടെ കഞ്ഞിക്കുഴി മാറിയിരിക്കുകയാണ്. ഇതുകൂടാതെ തമിഴ് കലോത്സവം നമ്മുടെ സെൻറ് മേരീസ് UP സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആഘോഷങ്ങൾ തിമിർത്ത് വീഴുകയാണ്. ഐസ്ക്രീമും ഒക്കെ ഞുണഞ്ഞ് വീണ്ടും സൗഹൃദങ്ങൾ പങ്കിട്ട് അങ്ങനെ രാത്രിയുടെ യാമങ്ങളിലേക്ക് കടന്നു പോകുന്ന ഈ കലോത്സവം